ഇതിപ്പോൾ നമ്മളിതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ തീരാതെ ഒരു മഹാസമുദ്രം പോലെ നമ്മുടെ മുന്നിൽ ഉണ്ട്. എന്നാലും നമുക്ക് ഈ ഓണവില്ല് തയ്യാറാക്കുമ്പോൾ വളരെയധികം ചിട്ടയോടും വ്രതശുദ്ധിയോടും ഒക്കെയാണ് നിങ്ങളും കുടുംബാംഗങ്ങളുമൊക്കെ ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പത്മനാഭൻ എന്ന് പറയുമ്പോൾ അത്രമാത്രം അങ്ങയുടെ കുടുംബവും തിരുവനന്തപുരത്തുള്ള പത്മനാഭ ഭക്തരുമൊക്കെ എല്ലാവരുടെയും ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം പരിശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഈ ഓണവില്ല് കുടുംബത്തിൽ നിന്ന് വരച്ചു തുടങ്ങി. അതുവരെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് മുൻകാലങ്ങൾ വരച്ചുകൊണ്ട്. പക്ഷേ വരച്ച് എൻ്റെ ഗുരുനാഥൻ നമ്മുടെ ASR പ്രസാദ് എന്ന് പറയും, അദ്ദേഹമാണ് എനിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനിയൻ 8ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്താൻ എന്നാണ് വിളിക്കുന്നത്. മാമൻ്റെ മകനാണ് അദ്ദേഹം. പറഞ്ഞു തന്നു ഇന്ന കാര്യങ്ങളാണ്. എൻ്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളിത് തുടർന്ന് വരച്ചു കൊള്ളണം. കുടുംബത്തിൻ്റെ ആചാരമായിരുന്നു. നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കുടുംബത്തിൽ തന്നെ വരയ്ക്കാനുള്ള ഒരു സംവിധാനം വരുന്നത്. അപ്പോൾ അത് വരച്ചു കൊള്ളണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഞങ്ങൾ ഈ ഭഗവാന് സമർപ്പിക്കുന്ന വില്ലുകൾ 41 ദിവസത്തെ കഠിന വ്രതമാണ്, സാധാരണ വ്രതമാണ്. അന്ന് മുതൽ ഞങ്ങൾ വളരെ വ്രതത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഞങ്ങളൊരു സന്യാസതുല്യമായിട്ടുള്ളൊരു ജീവിതമാണ് ആ കാലഘട്ടം. ഞങ്ങളൊക്കെ ചെറുപ്പകാലമായിരുന്നുവെങ്കിലും ആ ചെറുപ്പകാലത്ത് ആഘോഷിക്കുന്ന ആഘോഷങ്ങളൊന്നും അന്ന് ആഘോഷിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിവില്ലെന്ന ഓണവില്ല് നിർമ്മിച്ച് ഭഗവാന്റെ മുമ്പേ സമർപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വ്രതശുദ്ധിയോടുകൂടി അത്രയും കാലം 41 ദിവസത്തെ കഠിന വ്രതത്തോടുകൂടി ഭഗവാന്റെ മുമ്പേ വില്ല് സമർപ്പിക്കാൻ വേണ്ടി ആചരിക്കുന്നുണ്ട്. ഞാൻ പ്രധാന കാരണം പറയുന്നത്, നമ്മൾ സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ മുമ്പ് യാതൊരു ശുദ്ധിയും ചെയ്യാതെ ഭഗവാന്റെ അതാത് വിഗ്രഹങ്ങളിൽ ചാർത്തുകയാണ് ചെയ്യുന്നത്. ചാർത്തുക എന്ന് പറയുമ്പോൾ അതിൽ ചാരി വയ്ക്കുക, ഭഗവാന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു 3 ദിവസം അവിടെ ഉണ്ടായിരിക്കും. തിരുവോണം, അവിട്ടം, ചതയം. ഇപ്പോൾ ഏറ്റവും വലിയ അളവിലുള്ള പത്മനാഭസ്വാമിയെ ഭഗവാന്റെ ഉദരഭാഗത്ത് ഉള്ള വിഗ്രഹത്തിൻ്റെ 2 വശങ്ങളിലായിട്ട് ചാരി വയ്ക്കും. ദശാവതാരം വരച്ച വില്ല് നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ 2 വശങ്ങളിലായിട്ട് ചേർക്കും. അതേപോലെ ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ്, കൃഷ്ണലീല, വിനായകൻ ഇവയൊക്കെ അതാത് വിഗ്രഹങ്ങളിൽ ചാരി വയ്ക്കും. അവിടെ 3 ദിവസം ഉണ്ടായിരിക്കും, അവർ പുറത്തൊന്നും എടുക്കില്ല. ഈ 3 ദിവസവും ഞങ്ങൾ വരച്ച് ഭഗവാന്റെ മുമ്പ് സമർപ്പിച്ചത് അപൂർവമായ ഒരു കാഴ്ചയാണ്. കാരണം ഒരു സംഗതിയും അത്തരം കാര്യങ്ങൾ പുറത്തുനിന്നുള്ള ഒരു സംഭവം ചെയ്യാറില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമർപ്പിക്കുന്ന വില്ലുകൾ മാത്രമേ ശ്രീകോവിലിൽ സമർപ്പിക്കണം. 6 ജോഡി വില്ലാണ് സമർപ്പിക്കുന്നത്. ഈ 12 വില്ലുകൾ മാത്രമേ ശ്രീകോവിലിനകത്ത് വച്ച് സൂക്ഷിച്ച് 3 ദിവസം വച്ച് പൂജിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറി കൊണ്ടുപോകും. ഇതൊരു ആചാരമാണ്. ഈ ആചാരക്രമം ഇപ്പോഴും മുറതെറ്റാതെ നടന്നു വരുന്നു.